ടെറർ മീൻ അല്ലെങ്കിൽ പുതിയ മീനെ ചിലപ്പോൾ അരാപ്പയ്മ അറ്റാക്ക് ചെയ്യും കേട്ടോ. അരാപ്പയ്മയുടെ കൂട്ടത്തിലിടാൻ പോകുന്ന മീനെ കാണണോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ ഒരു കുളത്തിലേക്ക് വലിയ കുറേ മീനെ മേടിച്ചായിരുന്നു കേട്ടോ. ഏകദേശം 2-2.5 കിലോ ഉള്ള മീനുകളെ മേടിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനുകളൊക്കെ സേഫ് ആയിട്ടിരിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കുളത്തിലേക്ക് നമ്മൾ വലിയൊരു സാധനത്തിന് മേടിക്കുന്നുണ്ട്. ഇത് പപ്പേനെ കാണിച്ചു കൊടുത്തേ. പപ്പയുടെ കയ്യിൽ ഒരു വലയുണ്ട്, അതുപോലെ തന്നെ പപ്പയുടെ കയ്യിൽ ഒരു ബക്കറ്റും ഉണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. മമ്മിക്കും അഞ്ചുനും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ എന്ത് മീനെ മേടിച്ചേക്കുന്നത്? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും കണ്ടിട്ടില്ലാത്ത മീനാണ് കേട്ടോ. കാണിച്ചു തരാം. രാത്രി 10 മണിക്ക് മീനെ മേടിക്കാൻ കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ സമയമുണ്ടല്ലോ, നല്ല ലെയ്റ്റ് നൈറ്റ് ആണ്. നമ്മൾ വീട്ടിലോട്ടേക്ക് വേണ്ട കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള മീനെ മേടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയോ, നമുക്ക് കുറച്ച് വെറൈറ്റി മീനെ മേടിച്ചാൽ കേട്ടോ. അതിന് നമ്മൾ സമയം നോക്കിയില്ല, അതിനാ വെട്ടടിച്ചോണ്ട് ബുദ്ധിമുട്ടിയല്ലേ. മനാഫിയായിട്ട് എന്നെ ആളുകൾ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം കഴിയുമ്പോഴേക്ക് UK പോകും. അപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോഴേക്കും ചേട്ടൻ എന്നാലും കറക്റ്റ് സമയത്ത് നമുക്ക് സാധനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 2000 ലിറ്ററിന് ടാങ്ക് എടുത്തു. അത് മതിയായിരിക്കില്ലേ? മീൻ എന്താണെങ്കിലും രാത്രിയല്ല പകൽ ഞാൻ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇവന്മാർ ഇടാൻ പോകുന്ന ടാങ്ക് ആകുമ്പോഴേക്കും കേട്ടോ. ഒരു സാധനമുണ്ട്, അതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. ഏതാ ആ ടാങ്കിൽ വെള്ളം ഉണ്ടോ? ഇല്ലല്ലേ, ഒന്നിനകത്ത് വെള്ളം ഇല്ല. അയ്യോ, ഒത്തിരി വലുതാ. ഇല്ല, ഒത്തിരി വലുതാ. അരാപ്പയ്മയുടെ ടാങ്കിൽ ഇട്ടാ കുഴപ്പമില്ല. കനമുണ്ടോ? നല്ലേ കുടിക്കാൻ സ്ഥലമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാ അടിപൊളി. അപ്പൊ നോക്കണ്ട, അപ്പൊ നോക്കാൻ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഇത് ചെറിയ മീനത്തില്ല, ചെറിയ മീൻ അടിക്കും. അരാപ്പയ്മ കൊടുത്തിടാം. അപ്പം നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് തോന്നേ ഇതുണ്ടോ? അതിനെ കുഴപ്പമില്ല, കിടന്നോളത്തില്ലേ? വേറെ ഇല്ല, കിടന്നോളൂ. ആ, അങ്ങനെയാണെങ്കിൽ രാവിലെ പിടിച്ച് മാറ്റി. മനാഫേടാ, എൻ്റെ ഒരു വലിയൊരു നെറ്റുണ്ട്, അത് വെച്ചിട്ട് ഓരോന്നോരോന്ന് പിടിച്ച് മാറ്റാം. ഇവനെ എങ്ങനെ പിടിക്കുന്നേ ചേട്ടാ? തകിടേക്കൊള്ളല്ലേ ഇവനെങ്ങനെ പിടിക്കുന്നത്? വല എടുക്കുന്നോ? പച്ച നെറ്റുണ്ട്, അടിക്കോ? ഓ, ഭയങ്കര ഊരാണ് കേട്ടോ അതിന്. ഓ, രക്ഷയില്ല കേട്ടോ, ഭയങ്കര അടി അടിക്കുന്നത്. ഓ ചേട്ടാ, എന്ത് വിട്ടിട്ടുണ്ട്. ഞാൻ മീനെ കാണിച്ചു തരാം. മീൻ ഇപ്പോൾ തൽക്കാലം ഇതുണ്ടോ, നല്ല സൈസാണ്. 1.5 അടി മീനുണ്ടല്ലേ? 2 അടി അടിപ്പിച്ചോണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 24 ഇഞ്ചെങ്കിലും നീളം കാണും. പകൽ ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതെന്താണ് സെറ്റായി. ഇത് മതി, കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നാളെ നമ്മളുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ടാങ്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടുവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ മുഖം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്. അതില്ലേടാ, ഇത് അതിന്റെ പറഞ്ഞ കളയിക്കോളൂ അല്ലേ? ഇത്ര നോക്കി, ഇത്ര കാലിട്ടിട്ടുണ്ട്. ആ, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. കുറച്ച് സമയം തരണം. ഏകദേശം 2-2.5-3 മാസം എടുക്കും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ 2 മാസം എടുക്കുമായിരിക്കും അല്ലേ? ഏകദേശം 2 മാസം കൊണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്യാം. നമ്മുടെ ചാനലിൽ പുറകെ എന്താണെന്ന് വരും. ഇനി മീനിനെ രാവിലെ നമ്മൾ വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിന്റെ മേളിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുളത്തിലെ മീനുകളൊക്കെ സുഖമായിട്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇവനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ നമ്മുടെ ഓസ്കു എടാ, ഓസ്കു ഉണ്ടോ? ഒരു കുഴപ്പമില്ല കേട്ടോ, അവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാണേ. അപ്പോൾ മീനെ കാണാം. പേടിയുണ്ടോ? ടെറർ മോൺസ്റ്റർ മീനെ പേടിക്കുന്നോ? അഞ്ചുന് മീനിനെ പേടിയില്ല കേട്ടോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അല്ല, അഞ്ചുന് മീനിനെ പേടിയില്ലെന്ന് അഞ്ചു പറഞ്ഞേ. ബാ, അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ വല എടുക്കും. അപ്പൊ എല്ലാരും കിളിക്കൂടിനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അഞ്ചുന് മീനിനെ പേടിയില്ലെന്ന് അഞ്ചു പറഞ്ഞേക്കുന്നത് അല്ലേ? നിനക്ക് പേടിയില്ലല്ലോ? അരാപ്പയ്മ മീനല്ലേ? അലിഗേറ്ററിനെ പേടിയില്ല? ആ, അതിനൊക്കെ പേടിയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അരാപ്പയ്മയുടെ കുളത്തിലേക്കാണ് പുതിയ മീനിനെ മേടിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്തല്ലോ, അപ്പൊ കുറച്ച് മീനെ പിടിച്ച് അരാപ്പയ്മയുടെ വയറ് നിറയ്ക്കാം. അല്ലെങ്കിൽ പുതിയ മീനെ ചിലപ്പോൾ അരാപ്പയ്മ അറ്റാക്ക് ചെയ്യും കേട്ടോ. ഇതാണ് നമ്മുടെ ബെയ്റ്റ് ഫിഷ് ടാങ്ക്. ഇതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് കുറച്ച് മീനെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കാര്യ 1 2 ഞാൻ പരാജയപ്പെട്ടു. അവിടെ പപ്പ പിടിക്കാന്നാ പറഞ്ഞേ. പപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ വലയൊക്കെ ഉണ്ട് മീൻ പിടിക്കാനായിട്ട് കേട്ടോ. ആ, അതെടുത്തോ. അങ്ങോട്ട് താട്ടിട്ടോ. നമുക്കുണ്ടല്ലോ ഇതിനകത്ത് കുറെ കാരീനെ, അതുപോലെ 2-3 കല്ലടേനെ, ഇതൊക്കെ നമ്മൾ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ കൊടുത്ത് നമ്മൾ അരാപ്പയ്മയുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ്. ബാ,
അപ്പോൾ അഞ്ജുവിന് ഒട്ടും പേടിയില്ലെന്നാണ് പറഞ്ഞ അരാപ്പയ്മേനെ. അഞ്ജുവിന് പേടിയുണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ കാണിച്ചത്. അഞ്ജു പാടി നമ്മളിതിൻ്റെ ഇതങ്ങ് പൊക്കി വെക്കുവാണ്. ഒന്ന് കൈ കഴുകാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഓ ഇതുണ്ടോ, പുള്ളി ഭയങ്കര ടെററാണ് കേട്ടോ. അഞ്ജുന് പേടിയില്ലല്ലോ. നീ ഒന്ന് കൈ ഇട്ടൊന്ന് കൈ കഴുകാമെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഇട്ട് കൈ കഴുകുക. നിനക്ക് ഒട്ടും പേടിയില്ലെന്നല്ലേ പറഞ്ഞേ? ആണോ? മമ്മിക്ക് പേടിയില്ല, മമ്മി കഴുകി. അയ്യോ അഞ്ചു കൈ നിന്ന് ഒന്നുകൂടെ കഴുകു. ഇല്ല ഭയങ്കര ഫാസ്റ്റ് ആട്ടോ പുള്ളി. നമ്മൾ ചിന്തിച്ച് തീരുന്നിടത്ത് അരാപ്പയ്മ ചിന്തിച്ച് തുടങ്ങും കേട്ടോ. അങ്ങനെ തൊടുന്നതിന് കുഴപ്പമില്ല. അലിഗേറ്റർ അപ്പൊ വേറെ സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ധൈര്യം പരീക്ഷിക്കുവാണ്. അപ്പൊ ഞാനുണ്ടല്ലോ സ്ലോ മോഷനിൽ അരാപ്പയ്മയ്ക്ക് തീറ്റ കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി ഒരു കാരീനെയാണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല, കുഴപ്പമില്ല. ഞാൻ ഒരു സിലോപ്പിയനെ കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അത് നിങ്ങൾ വൃത്തിയായിട്ട് കണ്ടു കാണും. ഇങ്ങനെ അറ്റാക്ക് ചെയ്തൊരു മീനുള്ള കുളത്തിൽ നമ്മൾ എങ്ങനെ കൊണ്ട് കൈയിടാനായിട്ടാ ആരാണെങ്കിലും പേടിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മീനുകളെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതുണ്ടല്ലോ ഞാൻ പുറകെ ഇട്ട് കൊടുക്കുവാണേ, അല്ലെങ്കിൽ നമ്മുടെ അലിഗേറ്ററിനൊന്നും കിട്ടത്തില്ല, നമ്മുടെ മുതലയ്ക്കൊന്നും കിട്ടത്തില്ല. മുതലയ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. ഒന്നുമില്ല, എല്ലാ അരാപ്പയ്മയ്ക്ക് കിട്ടുന്നത്, എല്ലാ അരാപ്പയ്മയ്ക്കാണ് കിട്ടുന്നത്. പിടിച്ചു ഇതൊക്കെ. ഒരു കാര്യം ചെയ്താലോ, അരാപ്പയ്മയുടെ കൂട്ടത്തിലിടാൻ പോകുന്ന മീനെ കാണണോ? കൂട്ടത്തിലിടാൻ പറ്റിയ മീനാണെങ്കിൽ അത് സൈസ് ആയിരിക്കും. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം സൈസ് ആണോ അല്ലേ. ബാപ്പേ വല എന്ത് ചെയ്യാപ്പേ? ആ നിങ്ങളും പോരെ. അല്ല വല എടുക്കാൻ, നമ്മൾ മീൻ പിടിക്കാനുള്ള വല എടുത്തിട്ടുണ്ട്. ബാ എല്ലാവരും കാണിച്ചു തരാം. നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന മീനിനെ ഇവരാരും ഇതുവരെ കണ്ടിട്ടില്ല. മാറുന്നാ മതി. ഇതേ കണ്ടോണം. ഓ മൈ ഗോഡ്, എൻ്റെ കൈ എൻ്റെ വിരലെല്ലാം ഉണ്ടായിരിക്കും അതിരിച്ചെടുക്കുമ്പോൾ. ഓ മൈ ഗോഡ്. കയറി ഒന്ന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാവേ. പുള്ളി ഒന്ന് കാമായിക്കോട്ടെ. പുള്ളി ബഹളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വല കീറും. അതുകൊണ്ട് പുള്ളി ഒന്ന് കാമാൻകായിട്ട് ആയിക്കോട്ടെ. ഇവിടെ നിന്ന് 2 പേര് എത്തി നോക്കുന്നുണ്ടോ പുറകിൽ നിന്ന്? നോക്കിയേ, മീനെ കാണാനുള്ള ജിജ്ഞാസ 2 പേര്. നോക്കല്ലേ നിങ്ങൾ കാണിക്കാം. നിങ്ങൾ നോക്കല്ലേ, മീനെ കാണിച്ചില്ല. ബാ ഫസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. ബാ ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് കണ്ടോ? മനസ്സിലായോ ടെററാണോന്ന്? ഇതെന്നെ സംഭവം അറിയോ? അഞ്ച് മൊത്തം കുളിച്ചു കേട്ടോ. റെഡ്ടെയിൽ ക്യാറ്റ്ഫിഷ്. ഇതാണ് റെഡ്ടെയിൽ ക്യാറ്റ്ഫിഷ് എന്ന് പറയുന്ന സാധനം. നല്ല ജയന്റ് ആകുന്ന മീനാണ്. നമുക്ക് പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, നല്ല വലുതാവും. നമുക്ക് പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചത്തുപോയി. കുഞ്ഞു തരണം, ഓർക്കുന്നുണ്ടോ? പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, നമുക്ക് ഡെഡായി പോയതാണ്. അതിനുശേഷം നമ്മൾ മേടിച്ചാണ്. ഞാൻ മീനെ വൃത്തിയാണ് ഇത് പിടിച്ചപ്പേ. അയ്യോ ഭയങ്കര ഊരാണ് കേട്ടോ. വല കീറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്ര ശക്തി ഉണ്ടായിരുന്നു. ഇത് കണ്ടല്ലോ, കരഞ്ഞ കേട്ടോ. ഇത് കരയുന്ന മീനാണ്. ഇതുണ്ടോ, മീശയുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ഇതുണ്ടോ, ഇവന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ എല്ലാ ക്യാറ്റ്ഫിഷും സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടോ, ഇവന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. വലിയ മീശയൊക്കെയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ തലയിൽ ഇതുണ്ടോ, തലയിൽ നല്ല സ്ട്രക്ചറൊക്കെയാണ് കേട്ടോ. നമ്മുടെ അരാപ്പയ്മയുടെ കൂട്ടത്തിൽ തലയിൽ നല്ല കട്ടിയാണ് തലയ്ക്ക്. ഇത് കണ്ടല്ലോ, എങ്ങനെയുണ്ട്? നമ്മൾ ഇവനെ നമ്മുടെ കുളത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അരാപ്പയ്മയ്ക്ക് കൂട്ടാണ് ഇവൻ. ഇവനെ നമുക്ക് നമ്മുടെ കുളത്തിൽ ഇടാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇവിടെ വെള്ളത്തിൽ ഇടുവാണ് കേട്ടോ. ഇവന് നമുക്ക് നമ്മുടെ കുളത്തിൽ ഇടാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ മീനുകളൊക്കെ പിടിച്ച് തിന്നും കേട്ടോ. ഇത് മോൺസ്റ്ററാണ്. ഇവൻ വലിയ മീനുകളൊക്കെ തിന്നുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവനെ നമുക്ക് കുളത്തിലിടാൻ വേണ്ടി പറ്റില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവൻ അടുത്തുകൊണ്ടത്. ഇത് കണ്ടോ, ഇവൻ ഇപ്പോൾ കാമാൻകോയിട്ടായിട്ട് കിടക്കുവാണ്. പക്ഷേ പുള്ളി ഒരു ഇച്ചിരി ടെററാണ് കേട്ടോ.
2 സെക്കൻഡ് പുള്ളി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം കുഴപ്പമില്ല, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ വെള്ളമായിട്ടൊന്ന് പുള്ളി ഒന്ന് സിങ്ക് ആവട്ടെ. അതിനുശേഷം നമുക്ക് അവനെ അഴിച്ചു വിടാം. വല പൊട്ടത്തില്ല. വല പൊട്ടത്തില്ല. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇവനെ അഴിച്ചു വിടുന്നത് കേട്ടോ. പുള്ളി വെള്ളത്തിന് അടിയിലാണ്, അതുകൊണ്ട് ഇപ്പം ഇനി വെള്ളം തെറിക്കത്തില്ല. അതോർത്ത് നമുക്ക് പേടിക്കണ്ട. നമുക്ക് കുറച്ച് നേരം അവിടെ വെക്കാം കേട്ടോ. അയ്യോ, നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇവരെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വരും. അരാപ്പൈമേനെയും അലിഗേറ്ററിനെയും റെഡ്ടെയിലിനെയും നമ്മുടെ ഷാർക്കിനെയും പിന്നെ നമുക്ക് വേറൊരു മീൻ അതിന് തിനി കിടപ്പുണ്ട്. 2 മീനും കൂടെ, വേറെ 3 മീനുകൾ അതിന് കിടപ്പുണ്ട്. അതാണ് അയ്യോ ഇത് വലിച്ചു വലയും കൊണ്ട് പോവാണ് കേട്ടോ. വേറെ 3 മീനുകൾ അതിന് കിടപ്പുണ്ട്. അതാണ് മീൻ. ഇതൊന്നും മീനല്ല, അത് വെറൈറ്റി സാധനം. അതെന്നെ അന്ന് നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. അടുത്ത എപ്പിസോഡിൽ തന്നെ മിക്കവാറും നമ്മളത് ഇടും. അപ്പം നമ്മുടെ റെഡ്ടെയിൽ ഓൾമോസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റായി വെള്ളമായിട്ട്. പപ്പ വല പിടിക്കും. ഇല്ല, ഇനി ആരാപ്പായി വേണ്ടി പൊങ്ങി വരത്തില്ല. ഇത്രയും ബഹളം വെച്ചേക്കുന്നുണ്ട്. വല പൊട്ടത്തില്ല. കയ്യിലെടുക്കാൻ പറ്റി നോക്കട്ടെ. കാരണം ഇവൻ ഭയങ്കര ഊരാ കേട്ടോ. നമ്മുടെ ഷാർക്കിനെ പോലെ അല്ല, ഇവന് ഭയങ്കര ഊരാ. അപ്പൊ വല ഞങ്ങൾ മറിക്കാം നമുക്ക്. ഒരു രക്ഷയില്ല. അപ്പൊ വല ഇങ്ങനെ അങ്ങ് മറിക്കാം. പൊക്കോടാ. അയ്യോ, ഇവനെ കാണാൻ അടിപൊളി കേട്ടോ. നല്ല കളറൊക്കെയാണ്. അവനെ 5 അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ഗുണ്ടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന നമ്മുടെ 3ാമത്തെ മോൺസ്റ്റർ ഫിഷ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി 7 സിറിയക്, പപ്പ, മമ്മി, അഞ്ജു, ജിനോവ ചാച്ചൻ. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം കൃത്യം 5 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ വേറെ കുറേ മീനെ മേടിച്ചിട്ടുണ്ടെന്ന്. ഒന്ന് എടുക്കാം. ഇതിൻ്റെ ഒരു തമ്മിൽ എടുക്കുന്ന കാര്യം ഓർക്കാം നമുക്ക്. തമ്മിൽ ഇപ്പോൾ എടുത്തു. നമ്മുടെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട് ആര് എൻ്റർടൈൻ ചെയ്യാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കോവിഡ് ആയതുകൊണ്ട്. പക്ഷേ ഇവരുടെ കേസിൽ എക്സെപ്ഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ 3 വർഷം ആയിട്ടാണ് നാട്ടിൽ വരുന്നത്. അല്ലേ, ഇവർ റഷ്യയിലാണ് MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെടുത്തരാം. അഫ്സൽ, പൃഥ്വിരാജോ? ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. അടിപൊളി. ഞാൻ ആ പേര് വേറെ ആർക്കും കേട്ടിട്ടില്ല കേട്ടോ. പൃഥ്വിരാജ് എന്നുള്ള പേര് ഇതാണ് കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് യുണീക്കാണ് കേട്ടോ. ഉറപ്പാണ്. അടിപൊളി. മോൻ്റെ പേര് ഫായിസ്, മിഹാദ്, ഷമൽരാജ്, ജുനൈദ്, അർജുൻ എനിക്കൊരു ഫ്രണ്ടാണ്. അർജുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഒത്തിരി താങ്ക്സ്. അർജുൻ മെസ്സേജ് ആയിരുന്നു. അർജുൻ ഓട്ടോ ആയിരിക്കും. കാര്യം അർജുന് ഈ വെഡിങ് ഇത് ഇന്നൊക്കെ നല്ല കർക്കിടകം കഴിയുമല്ലേ, ഇന്നൊക്കെ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് വർക്കില്ല. ഇന്നലെയൊക്കെ അർജുൻ നല്ല ഓട്ടം. ഇന്നലെ അർജുൻ്റെ കൂടെ എനിക്ക് ഷൂട്ട്. ഇന്നലെ വൈകിട്ട്, ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോൾ. എല്ലാം കഴിഞ്ഞ് നമ്മൾ 12-12:30 വന്നപ്പോൾ. എല്ലാം സുഖമായിട്ടിരിക്കുന്നത്. ചേച്ചിയുടെ കാലിനൊരു ചെറിയൊരു ഇത് ചെറുതായിട്ടൊന്ന് മടങ്ങിയിരിക്കുക. അപ്പോൾ ചേച്ചിയും കൊച്ചും റെസ്റ്റിലാണ്. എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ ഫുള്ള് മീൻപിടുത്തമായിരുന്നു. അപ്പോൾ അതൊരു 4-5 എപ്പിസോഡ് വരാനുണ്ട്. അത് പുറകെ വരും. ഇനിയിപ്പോൾ കുറച്ച് ഫിഷിംഗ് വീഡിയോയും ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പറയാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് വേറെ പണിയൊന്നുമില്ല, എഡിറ്റിങ് ഇടുക. ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് 7 സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂപ്പർ. എടുത്തു.